അപ്പച്ചൻ നീ വരുത്തില്ലല്ലോ മോനെ. വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നല്ലേ? കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നും തോന്നില്ല. വേണമെങ്കിൽ ഒന്ന് ഇളക്കി നോക്കാം. ഒന്ന് പോടേ ചുമ്മാ. ആ എത്തിയോ? ആ നോക്ക് 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 നോക്ക്. ആ ചേ മൊത്തം കണ്ടല്ലോ അല്ലേ? നല്ല സൂപ്പർ വണ്ടിയാ, ധൈര്യമായിട്ടുണ്ടോ? നമ്മളിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാ. ഒരു വാട്ടർ സർവീസ് പോലും ചെയ്യണ്ട, അതുകൊണ്ട് ഉപയോഗിച്ചോ. പിന്നെ വിലഭാവമൊക്കെ കേട്ടായിരുന്നല്ലേ? ആ അത് പറഞ്ഞപ്പോഴാ ചേ ആ ഉള്ള കാര്യം ഞാൻ തുറന്നങ്ങ് പറയാം. പറഞ്ഞു. നമ്മൾ കുറച്ച് വണ്ടികളൊക്കെ കണ്ട് അതിലൊക്കെ വെച്ച് വിലഭാഗം കുറച്ച് താന്നിരിക്കുന്നു. എന്തെങ്കിലും പോരാക്കുറവുണ്ടെങ്കിൽ അച്ചായൻ പറഞ്ഞ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാനങ്ങ് എടുത്തോളാം. വേണമെങ്കിൽ ഒന്ന് ഇളക്കി നോക്കാം. അങ്ങനെ തോന്നിയല്ലേ? നിങ്ങൾക്കറിയാമോ, ഇത് ഞങ്ങളുടെ അപ്പച്ചൻ ഞങ്ങൾക്ക് വേണ്ടി എടുത്ത വണ്ടിയാണ്, ഞങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി. ഏതാനും മാസം മുമ്പ് പാവം ഞങ്ങളുടെ അപ്പച്ചൻ പോയി. പാവം ഞങ്ങളുടെ അപ്പച്ചൻ ഞങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി എടുത്ത വണ്ടിയാണ്. ഞങ്ങളെ കൊണ്ട് ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് അപ്പച്ചതിനകത്ത്. ഞങ്ങൾ ഒരുപാട് ഓർമ്മകൾ ഇതിലുണ്ട്. അപ്പം അപ്പച്ചൻ പോയ പിന്നെ എനിക്കും അച്ചച്ചനും ഈ വണ്ടി എടുക്കാൻ പറ്റുന്നില്ല, ഓടിക്കാൻ പറ്റുന്നില്ല. അപ്പച്ചൻ്റെ ഓർമ്മകൾ. അങ്ങനെ ഞങ്ങളൊരു തീരുമാനം എടുത്തു, കച്ചവടക്കാർക്ക് കൊടുക്കത്തില്ല, ഒരു ഫാമിലി മാൻ ഈ വണ്ടി വിറ്റ് കളയാം എന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾക്ക് അപ്പച്ചൻ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അല്ല അത് പറഞ്ഞപ്പോൾ അങ്ങ് വിഷമമായി. ഒരു മിനിറ്റേ ഒന്നിങ്ങി വന്നേ. എങ്കിയുടെ പുറത്ത് ഒത്തു കിട്ടിയതാ, എന്നാലും നീ നോക്കിയരാ. പിന്നെന്താ ഇപ്പൊ നോക്കാം. ഇവനെന്ത് ചേട്ടല്ലോ? അപ്പൊ നോക്കട്ടെ നോക്കട്ടെ. അതാ നിക്കുന്ന ആരാ ചേ? അതെന്റെ അച്ചാച്ചൻ. പുള്ളിയുടെ കാലിന് എന്ത് പറ്റി? ഈ വണ്ടി ഒന്ന് കേറി ഇറങ്ങിയതാ. അല്ല, ഈ വണ്ടിയിലൊന്ന് കേറിയിട്ട് ഇറങ്ങിയപ്പം കാലിന്ന് മടങ്ങിയതാ. ഇതെന്താ വേണം? ആ അപ്പൊ ഇത് നമുക്ക് അങ്ങ് എടുക്കാല്ലേ സുവിശ? ശരി, അപ്പൊ അങ്ങനെ ഔട്ട്. പൊന്നോലെ നോക്കിക്കോളാം. ഓ എടാ പരട്ട കളവാ, ഞാൻ പാറയിൽ അപ്പച്ചനെ വിളിച്ചുകൊണ്ട് വന്ന് ഈ വീട് മൊത്തം വെഞ്ചരിപ്പിച്ച് അങ്ങ് റോമിന്ന് പുണ്യാഹം ഇറക്കി കോമ്പൗണ്ട് മൊത്തം തളിച്ച് അന്യജാതിക്കാരെ കേട്ടി ഈ വീട്ടിൽ ഞാൻ ഗണപതി ഹോമം വരെ നടത്തി. അറിയാവോ? പിന്നല്ലേ അറിയുന്ന താൻ പെരക്കകത്തല്ലേ ഇരിക്കുന്ന, കാറിനകത്താ കയറിയിരിക്കുന്നെന്ന്. ഇനി കോമ്പൗണ്ടിൽ താൻ എങ്ങനെ കയറുമെന്ന് എനിക്കൊന്ന് കാണണം. അതാ മതി, അങ്ങനെ അങ്ങ് പോയില്ലേ, നീ കയറി പോരെ. കിളവൻ കാലും ഒടിച്ച്. അപ്പച്ചൻ നീ വരുത്തില്ലല്ലോ മോനെ. സുവിശലെ കാർ കൊള്ളാല്ലേ അളിയാ? ധൈര്യമായിട്ട് കൊണ്ടുപോളിയാ, ഞാൻ ഗ്യാരണ്ടി അടിയാ. പിന്നെ ഗേൾ ഫ്രണ്ടുമായിട്ടൊക്കെ ഇനി എവിടെ കറക്കം? അതൊക്കെ ഉണ്ട്. എന്റെ വണ്ടി വീട്ടിൽ കൊണ്ടുവരാം. നീ എന്തെങ്കിലും ഇപ്പം പറഞ്ഞാടോ സുധീഷ്? ഇല്ല,